ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ പ്രകാശവിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന പാഠം തുടങ്ങിയിരുന്നു. അതിൽ പ്രകാശത്തിൻ്റെ ഒന്നാമത്തെ വിസ്മയമായ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആ ഭാഗമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതിപതനം നമ്മൾ പരിചയപ്പെട്ടു. ദർ ആർ 2 types ഓഫ് റിഫ്ലക്ഷൻ. ഏതൊക്കെയായിരുന്നു അത്? ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. When light falls on smooth surface, it reflects regularly. This type of reflection is known as regular reflection. അഥവാ മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടുന്ന പ്രകാശം ക്രമമായി പ്രതിപതിക്കുന്നു. ഇതിനെ ക്രമപ്രതിപതനം എന്ന് പറയുന്നു. When light falls on rough surfaces, it reflects irregularly. This type of reflection is known as diffuse reflection. മിനുസമല്ലാത്ത അഥവാ പരിവരുത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമരഹിതമായി പ്രതിപതിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതിപതനത്തെയാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിലെ ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും നടത്തുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തി. കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. എല്ലാവരും എഴുതി കാണുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്? മിക്കവാറും രാത്രി സമയങ്ങളിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. അപ്പം എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? അഥവാ റൂമിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഇരുട്ടത്ത് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വസ്തുക്കളെ കാണാൻ എന്ത് വേണം? പ്രകാശം വേണം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടുന്നാ പ്രകാശം കിട്ടിയത്? ബൾബിൽ നിന്ന്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 എടുക്കാം. അവിടെ നിങ്ങൾ ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. അവിടെ കുട്ടി പുസ്തകം വായിക്കുന്നത് കാണുന്നു അല്ലേ? അവിടെ എങ്ങനെയാണ് കുട്ടിക്ക് പുസ്തകം വായിക്കാൻ കഴിയുന്നത്? അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആരോ മാർക്ക് ഇട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ബൾബിൽ നിന്നുള്ള പ്രകാശം പുസ്തകത്തിൽ തട്ടി പ്രതിപതിച്ച് കുട്ടിയുടെ കണ്ണിലെത്തിയപ്പോഴാണ് കുട്ടിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വെളിച്ചമുള്ളത് കൊണ്ട് മാത്രം നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയുമോ? ഇല്ല. എന്ത് വേണം? വസ്തുവിൽ തട്ടുന്ന വെളിച്ചം അഥവാ പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. We see an object when the light falling on the object is reflected into our eyes. അതായത് വസ്തുവിൽ വീഴുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. ഇനി അവിടെ ടെക്സ്റ്റ് ബുക്കിലെ 25-ാം പേജിൽ തന്നെ മറ്റ് 2 ചിത്രങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചു നോക്കുക. ഒന്നാമത്തെ ചിത്രം കണ്ടല്ലോ അല്ലേ? എന്താണ് ഒന്നാമത്തെ ചിത്രത്തിൽ തന്നത്? ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ് നിർത്തുന്നു. അപ്പോൾ കാറിലുള്ള ഡ്രൈവർ എങ്ങനെയാണ് കുട്ടിയെ കാണുന്നത്? അവിടെ പ്രകാശം എവിടുന്നാ ലഭിക്കുന്നത്? പകൽ സമയമാണ് അല്ലേ? അപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ലഭിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം കുട്ടിയിൽ തട്ടി പ്രതിപതിച്ച് ഡ്രൈവറുടെ കണ്ണിലെത്തിയപ്പോഴാണ് ഡ്രൈവർ കുട്ടിയെ കാണുന്നത്. അപ്പോൾ ഡ്രൈവർ കാർ നിർത്തി. ഇനി രണ്ടാമത്തെ സന്ദർഭം നോക്കൂ. ഒരു കുട്ടി ടോർച്ച് അടിച്ചപ്പോൾ നായയെ കാണും. രാത്രി സമയത്ത് നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വെളിച്ചത്തിന് വേണ്ടി എന്ത് ഉപയോഗിക്കും? ടോർച്ച്. അപ്പോൾ ടോർച്ചിലുള്ള പ്രകാശം നായയിൽ തട്ടി പ്രതിപതിച്ച് കുട്ടിയുടെ കണ്ണിലെത്തിയപ്പോഴാണ് കുട്ടിക്ക് നായയെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ വസ്തുവിനെ കാണുന്നത്.
We see an object when the light falling on the object is reflected into our eyes. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടോ? അതെന്തുകൊണ്ടാ? നമ്മുടെ മുഖത്ത് വീഴുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന വസ്തുക്കളെ കാണാൻ കഴിയുന്നുണ്ടോ? അതിനും കാരണം എന്താണ്? പിന്നിൽ നിൽക്കുന്ന വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിൽ തട്ടുന്നില്ല. അപ്പോ നമുക്ക് നമ്മുടെ മുഖം കാണേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ കണ്ണാടി ഉപയോഗിക്കും, അഥവാ മിറർ. അപ്പോ കണ്ണാടി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് ഈ കണ്ണാടിയുടെ അഥവാ മിററിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രതലം എങ്ങനെയുള്ളതാണ്? നല്ല നിരപ്പായതാണ് അല്ലേ? അഥവാ സമതലമായ പ്രതലമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ദർപ്പണങ്ങൾക്ക് പറയുന്ന പേരാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. A mirror with a plain surface is called a plain mirror. അപ്പോ ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശം ഏത് ദിശയിലേക്കാ പ്രതിപതിക്കുക? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചു നോക്കുക. പ്രകാശം എങ്ങോട്ടാ പ്രതിപതിക്കുന്നത് നോക്കൂ. ഞാൻ ഈ ദിശയിലേക്ക് അടിച്ചു, നേരെ എതിർ ദിശയിലേക്കാണ് പ്രകാശം പ്രതിപതിച്ചത്. അപ്പോ ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശം അതിൻ്റെ എതിർ ദിശയിലേക്ക് പ്രതിപതിക്കും, അഥവാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രതിപതനം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ദർപ്പണത്തിൽ വന്നു പതിക്കുന്ന പ്രകാശകിരണത്തിന് പറയുന്ന പേരാണ് പതനകിരണം അഥവാ ഇൻസിഡന്റ് റേ. ദ റേ ഫാളിംഗ് ഓൺ ദ മിറർ ഈസ് കോൾഡ് ഇൻസിഡന്റ് റേ. ഒരു ദർപ്പണത്തിൽ വന്നു പതിക്കുന്ന പ്രകാശകിരണമാണ് പതനകിരണം അഥവാ ഇൻസിഡന്റ് റേ. ഇനി അവിടെ വന്ന് തട്ടി പ്രതിപതിച്ചു പോകുന്ന അഥവാ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രതിപതിച്ചു പോകുന്ന പ്രകാശകിരണത്തിന് പറയുന്ന പേരാണ് പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ. ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ പതനകിരണവും പ്രതിപതന കിരണവും എന്താണെന്ന് മനസ്സിലായി അല്ലേ? പേരിന് തന്നെ ഉണ്ട്. ഒരു ദർപ്പണത്തിൽ വന്നു പതിക്കുന്ന കിരണത്തെ പതനകിരണം എന്നും പ്രതിപതിച്ചു പോകുന്ന കിരണത്തെ പ്രതിപതന കിരണം എന്നും പറയുന്നു. ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയാണ് ലംബം. The line drawn perpendicular to the mirror is called normal. നോക്കുക, പതന കിരണത്തിനും ലംബം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു കോൺ രൂപപ്പെട്ടിരിക്കുന്നു ഇല്ലേ? ഈ കോണിന് പറയുന്ന പേരാണ് പതന കോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദ ആംഗിൾ between the incident ray and the normal is called angle of incidence. അതുപോലെ നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിൽ ഉണ്ടാവുന്ന കോണിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? പതന കിരണം, പ്രതിപതന കിരണം, ലംബം, പതനകോൺ, പ്രതിപതന കോൺ. ഓരോന്നും ഓർത്ത് നോക്കുക. എല്ലാവരും ഈ 5 കാര്യങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഒരു ദർപ്പണത്തിൽ വന്നു പതിക്കുന്ന പ്രകാശകിരണമാണ് പതനകിരണം. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശകിരണമാണ് പ്രതിപതന കിരണം. ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ കൂടി വരയ്ക്കുന്ന രേഖയാണ് ലംബം. ഇനി പതന കിരണത്തിനും ലംബത്തിനും ഇടയിൽ രൂപപ്പെടുന്ന കോണിനെ പതന കോണെന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിൽ രൂപപ്പെടുന്ന കോണിനെ പ്രതിപതന കോണെന്നും പറയുന്നു.
അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാൻ ഉള്ളത് ഈ പതന കോണും പ്രതിപതന കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷണം ചെയ്തു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 പരീക്ഷണം ചെയ്യുന്ന വിധം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വേണ്ടത് പ്രൊട്രാക്ടറിൻ്റെ മാതൃക. എല്ലാവരും കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാം. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിങ്ങൾ പ്രൊട്രാക്ടർ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ പ്രൊട്രാക്ടറിൻ്റെ വലിയൊരു മാതൃക ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയതാണിത്. കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ മുകളിൽ വൈറ്റ് പേപ്പറിൽ പ്രൊട്രാക്ടറിൻ്റെ മാതൃക വരച്ചു. എന്നിട്ട് ഇതിൽ ഒട്ടിച്ചുണ്ടാക്കുന്നതാണ്. ഈ പ്രൊട്രാക്ടറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതിലുള്ള അളവ് നോക്കുക. ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ കൊടുത്ത 0, പിന്നെ അങ്ങോട്ട് 10, 20, 30, 40, 90 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തിരിച്ചിപ്പുറത്തേക്കും അതുപോലെ തന്നെ 10, 20, 30, 40 അങ്ങനെ 90 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു പ്രൊട്രാക്ടറിൻ്റെ മാതൃക നിർമ്മിക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാമഗ്രി എന്ന് പറയുന്നത് ഒരു സമതല ദർപ്പണം, പിന്നെ ലേസർ ടോർച്ച്, പിന്നെ ടെക്സ്റ്റിൽ മറ്റൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, സുതാര്യമായ പാത്രം, വെള്ളം, പിന്നെ അല്പം സോപ്പോ പാലോ. അപ്പോൾ ഈ സോപ്പോ പാലോ ചേർക്കുന്നത് 1-2 തുള്ളി പാല് വെള്ളത്തിലേക്ക് ചേർക്കും. അത് പ്രകാശത്തിൻ്റെ പാത വ്യക്തമായി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്രൊട്രാക്ടറും സമതല ദർപ്പണവും ലേസർ ടോർച്ചും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പരീക്ഷണം ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് സ്വയം നിങ്ങളും വീട്ടിൽ വെച്ച് ഇതേപോലെ പരീക്ഷണം ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും നോക്കുക. ഇപ്പം ഞാൻ 40 ഡിഗ്രിയിൽ വെച്ചിട്ടാണ് ലേസർ ടോർച്ച് അടിക്കുന്നത്. അതിൻ്റെ പ്രകാശം കണ്ണാടിയിൽ തട്ടി മറുഭാഗത്ത് 40 ഡിഗ്രിയിൽ പ്രകാശം പതിക്കുന്നത് എല്ലാവർക്കും കാണണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത നമുക്ക് കോണ് വ്യത്യാസപ്പെടുത്തി നോക്കുക. 50 ഡിഗ്രിയിൽ അടിക്കുന്നു. അപ്പുറത്ത് മറുവശത്ത് 50 ഡിഗ്രിയിൽ പ്രകാശം വരുന്നത് കാണാം. ഇനി അടുത്തത് 60 ഡിഗ്രിയിൽ അടിച്ചു നോക്കുന്നു. പ്രകാശം നേരെ മറുവശത്ത് 60 ഡിഗ്രിയിലൂടെ തിരിച്ചു പോകുന്നു. 70 ഡിഗ്രിയിൽ അടിച്ചപ്പോൾ പ്രകാശം നേരെ 70 ഡിഗ്രിയിലൂടെ പോകുന്നത് കാണാം. അടുത്ത് 80 ഡിഗ്രിയിൽ അടിക്കുമ്പോൾ മറുവശത്ത് 80 ഡിഗ്രിയിലൂടെ പ്രകാശം കടന്നു പോകുന്നത് കാണാം. ഇനി അതുപോലെ നമുക്ക് നോക്കാം. 10 ഡിഗ്രിയിൽ അടിക്കുമ്പോൾ 10 ഡിഗ്രിയിലൂടെ പതിക്കുന്നത് നമുക്ക് കാണാം. ഇനി 0 ഡിഗ്രിയിൽ നോക്കാം എങ്ങനെ പോകുന്നത്. നോക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. 0 ഡിഗ്രിയിൽ അടിക്കുമ്പോൾ അതേ പാതയിലൂടെ തന്നെ പ്രകാശകിരണം തിരിച്ചു വരുന്നത് എല്ലാവർക്കും കാണാം. അപ്പോൾ പരീക്ഷണം എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇതിൽ നിന്ന് പതന കോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ എന്താ കണ്ടത്? 10 ഡിഗ്രിയിൽ നമ്മൾ ലേസർ ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ അത് കണ്ണാടിയിൽ തട്ടി പ്രതിപതിച്ച് മറുവശത്തെ 10 ഡിഗ്രിയിലൂടെ പ്രതിപതിച്ച് വരുന്നത് കണ്ടു. ഇനി നിങ്ങളെല്ലാവരും സ്വയം ഈ പരീക്ഷണം ചെയ്തു നോക്കുക. എന്നിട്ട് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു തരണം. അപ്പോൾ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പരീക്ഷണക്കുറിപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് വേണം? ലക്ഷ്യം അഥവാ എയിം. അഥവാ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം അഥവാ എയിം എന്തായിരുന്നു? പതന കോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. ഇനി പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ഉറപ്പിച്ചു. അത് കഴിഞ്ഞാൽ ആ പരീക്ഷണം ചെയ്യാൻ നമുക്ക് ആവശ്യമായ സാമഗ്രികളെ നമ്മൾ കണ്ടെത്തണം.
അപ്പോൾ ആവശ്യമായ സാമഗ്രികൾ ഏതൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സാമഗ്രികൾ കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് ആ പരീക്ഷണം എങ്ങനെ ചെയ്യണമെന്നാണ്, അഥവാ പരീക്ഷണ രീതി, മെത്തേഡ് ഓഫ് എക്സ്പെരിമെന്റ്. ഇപ്പോൾ പരീക്ഷണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അഥവാ നിരീക്ഷണം, നമ്മുടെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ് അതാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെ നിരീക്ഷണം രേഖപ്പെടുത്താം? പതനകോണിനെയും പ്രതിപതന കോണിനെയും 2 കോളം വയ്ക്കുക. ഒരു ഭാഗത്ത് പതനകോൺ, മറുഭാഗത്ത് പ്രതിപതന കോൺ. നിങ്ങൾ എടുക്കുന്ന പതനകോണ് ആദ്യത്തെ കോളത്തിൽ എഴുതുക. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രതിപതന കോൺ എത്രയാണെന്ന് മറ്റേ കോളത്തിലും രേഖപ്പെടുത്തുക. അപ്പോൾ പരീക്ഷണത്തിലൂടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ ഒരു നിഗമനത്തിലെത്തും. അപ്പോൾ അവസാനം ഒരു പരീക്ഷണക്കുറിപ്പിൻ്റെ അവസാനം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് നിഗമനം അഥവാ കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെ നിങ്ങൾ ഒരു പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കി അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്ത് നോക്കാം അല്ലേ? ആദ്യം നമ്മൾ പരിചയപ്പെട്ട് വസ്തുക്കളെ നാം കാണുന്നത് എങ്ങനെയായിരുന്നു? ഒരു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. We see an object when light falling on the object is reflected into our eyes. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖം കാണാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ദർപ്പണം അഥവാ മിറർ. അപ്പോൾ ഈ മിററിൻ്റെ ഉപരിതലം സമതലമായതുകൊണ്ട് ഇത്തരം ദർപ്പണങ്ങളെ സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് പറയാം. ഇനി ദർപ്പണത്തിൽ തട്ടുന്ന പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? ദർപ്പണത്തിൽ തട്ടുന്ന പ്രകാശം നേരെ എതിർ ദിശയിലേക്ക് അഥവാ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രതലത്തിൽ വന്നു പതിക്കുന്ന പ്രകാശകിരണത്തിന് പറയുന്ന പേരാണ് പതനകിരണം. The ray falling on the mirror is called incident ray. ഒരു പ്രതലത്തിൽ ഒരു ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശകിരണത്തെ പ്രതിപതന കിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. The ray reflected from the mirror is called reflected ray. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതനബിന്ദുവിലൂടെ വരയ്ക്കുന്ന രേഖയാണ് ലംബം അഥവാ നോർമൽ. ഇനി ലംബത്തിനും പതനകിരണത്തിനും ഇടയിൽ രൂപപ്പെടുന്ന കോണിനെ പതനകോണെന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിൽ രൂപപ്പെടുന്ന കോണിനെ പ്രതിപതന കോണെന്നും പറയുന്നു. അഥവാ the angle formed between the normal and the incident ray is called angle of incidence. The angle formed between the normal and the reflected ray is called angle of reflection. പിന്നെ നമ്മൾ പതന കോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായിട്ട് ഒരു പരീക്ഷണം ചെയ്തു നോക്കി. പരീക്ഷണത്തിലൂടെ നമ്മൾ എത്തിച്ചേർന്ന നിഗമനം എന്തായിരുന്നു? പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഓൾവേസ് സെയിം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട്. അപ്പോൾ പറഞ്ഞ ഹോംവർക്കുകളൊക്കെ ചെയ്ത് അയച്ചു തരിക. എല്ലാവരും പരീക്ഷണം ചെയ്ത് നിങ്ങളുടെ നിഗമനം കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു.